നമ്മൾ നിത്യജീവിതത്തിൽ പരസ്പരം പറയുന്ന പല ഡയലോഗുകളും മലയാള സിനിമ തന്നതാണ്. അതിൽ കൂടുതൽ ഡയലോഗുകൾക്കും ക്രെഡിറ്റ് കൊടുക്കാവുന്ന രണ്ടുപേരുണ്ട്, ശ്രീനിവാസനും സലിംകുമാറും. ഇന്നിപ്പോൾ രണ്ടുപേരും നമുക്കൊപ്പമില്ല. പോളണ്ടിനെ കുറിച്ച് ഒരക്ഷരം മിണ്ടരുതെന്ന് പറയാത്ത മലയാളി ഉണ്ടായിരുന്നില്ല. അതുപോലെയാണ് ഡോണ്ടു എന്ന് പറയാത്ത സുഹൃത്തുക്കളും ഉണ്ടാവില്ല. ഐ ആം സോറി അളിയ, ഐ ആം സോറി ഇത് പറയാത്ത സുഹൃത്തുക്കളുണ്ടോ കേരളത്തിൽ? ഇനിയെങ്ങാനും ശരിക്കും ബിരിയാണി കൊടുത്താലോ? ഈ ചോദ്യം ആവർത്തിക്കാത്ത സൗഹൃദ കൂട്ടായ്മയുണ്ടോ കേരളത്തിൽ? ഉഷ്ണേന ശാന്തികൃഷ്ണ എന്നല്ലേ എന്ന് പറഞ്ഞ് ചിരിക്കാത്തവരുണ്ടോ? നമ്മൾ 4 പേരല്ലാതെ മൂന്നാമതൊരാൾ ഇതറിയരുത്, ഇത് പറയാത്തവരുണ്ടോ? ഇങ്ങനെ എത്ര ഡയലോഗുകളാണ് സലിംകുമാർ നമുക്ക് തന്നത്. സ്ട്രാങ്കും മായാവിയും മണവാളനും നമ്മളെ എത്രയാണ് ചിരിപ്പിച്ചത്. ഡയലോഗുകൾ കൊണ്ട് മാത്രമല്ല, ഡയലോഗുകൾ അധികം പറയാത്ത കഥാപാത്രങ്ങളിലൂടെയും സലിംകുമാർ നമുക്ക് പ്രിയപ്പെട്ടവനായി. അച്ഛനുറങ്ങാത്ത വീടിലൂടെയും ആദാമിന്റെ മകൻ അബുവിലൂടെയും തനിക്കുള്ളിൽ മറ്റൊരു നടൻ കൂടിയുണ്ടെന്നും സലിംകുമാർ തെളിയിച്ചു. 56-ാം വയസ്സ് ഒരു കലാജീവിതം അവസാനിപ്പിക്കാനുള്ള പ്രായമായിരുന്നില്ല. എന്നിട്ടും അനിവാര്യമായ വിധിക്ക് മുന്നിൽ സലിംകുമാർ മടങ്ങി. ഒട്ടനവധി കഥാപാത്രങ്ങൾ നമുക്ക് ഓർമ്മിക്കാൻ ബാക്കി വെച്ച്. Subscribe to One India and never miss an update.